പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇതുവരെ ഒരുപാട് ഗവർണർമാരുണ്ടായിട്ടുണ്ട്. ഗവർണർമാർ വരും, അവർ പോകും. ചിലപ്പോഴൊക്കെ വല്ലപ്പോഴുമൊക്കെ ഏതെങ്കിലും ഒരു ഗവർണർ എന്തെങ്കിലും ഒരു വിവാദമൊക്കെ സൃഷ്ടിക്കുമ്പോൾ ആ ഗവർണറെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ആ വിവാദം തീരുമ്പോൾ ആ ഗവർണറെക്കുറിച്ചുള്ള ചർച്ചയും നമ്മൾ അവസാനിപ്പിക്കും. ഗവർണർ എന്നാൽ നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് അതാത് കാലത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുമോ, എന്ത് പറയുമോ, അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഗവർണറെക്കുറിച്ചിട്ട് നമ്മൾ പറയാറുള്ളതും കേൾക്കാറുള്ളതും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഗവർണർ ഉണ്ടായിരുന്നു എന്നത് ഗവർണറെ എതിർക്കുന്ന CPMകാർ പോലും അംഗീകരിക്കുന്ന ഒരു പച്ച പരമാർത്ഥമായിരിക്കും എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. 2019 സെപ്റ്റംബറിൽ കേരളത്തിൽ ഗവർണറായി വന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം 5 വർഷം പൂർത്തിയാക്കി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം ബീഹാറിലേക്ക് മാറിപ്പോവുകയാണ്. സ്വാഭാവികമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പദവി മാറി ബീഹാറിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കേരളത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയുക? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നതും ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണറുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം ഒരു സംഘപരിവാര രാഷ്ട്രീയം പിന്തുടരുന്ന ആളാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉള്ള ആളാണ് എന്ന് മാത്രമല്ല, അത് പരസ്യമായി എൻ്റെ ഇതിനു മുമ്പത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഓൾ ദാറ്റ്, കേരള ഗവർണറായിരുന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം കേരള ഗവർണറായിരുന്നപ്പോൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സമാനതകളില്ലാത്തതാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ തൻ്റെ 5 വർഷക്കാലത്തിൽ, പ്രധാനമായും അതിൽ തന്നെ 3 വർഷക്കാലത്തിൽ കേരളത്തിൽ നടത്തിയത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഗവർണർ എന്ന് പറയുന്ന ഈ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ എന്തൊക്കെ ചെയ്യാം എന്നത് വളരെ കൃത്യമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മെ ബോധ്യപ്പെടുത്തി എന്ന് ഉറപ്പായും നമ്മൾ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം കേരളം വിട്ട് പോകുമ്പോൾ അതങ്ങനെയൊന്നും ആ തരത്തിൽ സമഗ്രമായി പറഞ്ഞ് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അത് ഒരൽപ്പം വിശദമായി തന്നെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ പ്രവർത്തനം എന്തായിരിക്കണം എന്ന് അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ, അത് കോൺഗ്രസിനെ, UDF ആകട്ടെ BJP ആകട്ടെ, അദ്ദേഹം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്, ഭരണകൂട വിരുദ്ധ വികാരം ഉദ്ദീപിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നും അദ്ദേഹം കാണിച്ചു കൊടുത്തു. പ്രതിപക്ഷം എങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് കേരളത്തിലെ പ്രതിപക്ഷം തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഒരു യഥാർത്ഥ പ്രതിപക്ഷം എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം തൻ്റെ പ്രവർത്തനം കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. സുഹൃത്തുക്കളെ, അദ്ദേഹം പ്രധാനമായും 2 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രധാനമായും പ്രവർത്തിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അടക്കി വാണിരുന്ന ഈ SFI എന്ന് പറയുന്ന ഈ CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ കൊമ്പൊടിക്കുക എന്നുള്ളതായിരുന്നു. ആ സംഘടനയുടെ അപ്രമാദിത്വം, ആ സംഘടനയുടെ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഫാലിബിലിറ്റി, അതെടുത്ത് ചവറ്റുകൊട്ടയിലെറിയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം.
ആ 2 ലക്ഷ്യങ്ങളും അദ്ദേഹം 100-ൽ 100 മാർക്ക് വാങ്ങി അദ്ദേഹം നടപ്പിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്നത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ CPM അതിൻ്റെ ഈ പറഞ്ഞതുപോലെ അധീശത്വം, അതിൻ്റെ ഹെജിമണി, അതിൻ്റെ ഇൻഫാലിബിലിറ്റി ഉറപ്പാക്കിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും. നമുക്കറിയാം, ഏതാണ്ടൊരു 8-10 ഓളം പ്രധാനപ്പെട്ട സർവകലാശാലകളുണ്ട് കേരളത്തിൽ. കേരള സർവകലാശാല മുതൽ ഗാന്ധി സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, പിന്നെ വെറ്റിനറി സർവകലാശാല, കാർഷിക സർവകലാശാല, അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു 10-ലധികം സർവകലാശാലകളുണ്ട് കേരളത്തിൽ. ആ സർവകലാശാലകളിലൊക്കെയായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ മേഖലയെ അടക്കി ഒതുക്കി ഒടിച്ചു മടക്കി തങ്ങളുടെ കക്ഷത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു CPM കാലാകാലങ്ങളായി ചെയ്തു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ആ സർവകലാശാലകളൊന്നും എടുത്ത് നോക്കിയാൽ നമുക്കെന്താ കാണാൻ കഴിയും? അവിടെ പതിറ്റാണ്ടുകളായി അധീശത്വം സ്ഥാപിച്ച SFI എന്ന് പറഞ്ഞ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന, അത് വിദ്യാർത്ഥികളുടെ മേഖല. അധ്യാപകരുടെ മേഖലയിൽ നോക്കിയാലോ? അധ്യാപകരുടെ മേഖലയിൽ നോക്കിയാൽ CPMൻ്റെ അധ്യാപക സംഘടനകൾ, അത് സർക്കാർ കോളേജുകളിലാവട്ടെ, അത് സ്വകാര്യ കോളേജുകളിലാവട്ടെ, അത് യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളിലാവട്ടെ, അവിടെയൊക്കെ തന്നെയുള്ള അധ്യാപക സംഘടനകളിൽ CPMൻ്റെ സംഘടനയ്ക്കുള്ള അധീശത്വം. അപ്പോൾ വിദ്യാർത്ഥികളുടെ മേഖലയിൽ അവർക്ക് അധീശത്വം, അധ്യാപകരുടെ മേഖലയിൽ അവർക്ക് അധീശത്വം, അതുപോലെ തന്നെ ഈ സർവകലാശാലകളിലെല്ലാം ജീവനക്കാരുടെ മേഖലകളിലും CPMന് തന്നെ അധീശത്വം. അപ്പോൾ വിദ്യാർത്ഥി മേഖല, അധ്യാപക മേഖല, ഈ പറഞ്ഞതുപോലെ പിന്നെ ജീവനക്കാരുടെ മേഖല. ഇനി ഭരണത്തിൻ്റെ മേഖലയിലേക്ക് വന്നാലോ? സെനറ്റിലും സിൻഡിക്കേറ്റിലും CPMന് തന്നെ അധീശത്വം, അപ്രമാദിത്വം. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഈ സർവകലാശാലകളെല്ലാം നിയന്ത്രിക്കുന്ന ഭരണസ്ഥാപനങ്ങളായിട്ടുള്ള സെനറ്റിലും സിൻഡിക്കേറ്റിലുമെല്ലാം CPMന് തന്നെ അധീശത്വം. ഇനി സർവകലാശാലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമായിട്ടുള്ള രജിസ്ട്രാർ നിയമനം, അതും CPM തന്നെ ചെയ്യും. അത് ഇടതായാലും വലതായാലും ഒക്കെ തന്നെ CPM തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്കും ഈ അധ്യാപകർക്കും ഈ ജീവനക്കാർക്കും വഴങ്ങിക്കൊടുക്കുന്ന വൈസ് ചാൻസലർമാർ, വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഒന്ന് കണ്ടുപിടിച്ചാൽ, വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന വൈസ് ചാൻസലർമാർ. ആ നിലയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ച് കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണം ഇടതായാലും വലതായാലും CPMൻ്റെ അധീശത്വത്തിലായിരുന്നു. അവർക്ക് അപ്രമാദിത്വം ആ മേഖലയിലുണ്ടായിരുന്നു. ഇനി ആ മേഖല വലിയൊരു കറവപ്പശുവുമായിരുന്നു CPMന്. ആ മേഖലയിൽ നടക്കുന്ന 10,000-കണക്കിന് ഈ പറഞ്ഞതുപോലെ നിയമനങ്ങൾ, ആ മേഖലയിൽ നടക്കുന്ന വഴിവിട്ട കാര്യങ്ങൾ, മാർക്ക് കൊടുക്കൽ, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കൽ, പരീക്ഷ എഴുതാത്തവർക്ക് എഴുതിയെന്ന് പറയാൻ അനുവദിക്കൽ, വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIക്ക് ചെയ്തു കൊടുക്കുന്ന അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ സർവകലാശാലകളിലൊക്കെ നടക്കുന്ന 100 കണക്കിന് കോടി രൂപയുടെ ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങൾ, പൊതുമരാമത്ത് ഇതുപോലുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 100 കണക്കിന് കോടി രൂപ. അപ്പോൾ ആ നിലയിൽ പതിറ്റാണ്ടുകളായി കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഈ CPMൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VC, രജിസ്ട്രാർ, സിൻഡിക്കേറ്റ്, സെനറ്റ്, അധ്യാപക സംഘടനകൾ, ജീവനക്കാരുടെ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടന, ഇതിലെല്ലാത്തിലുമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധീശത്വം. ആ അധീശത്വം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത് CPM ഒരു ശീലവും ശൈലിയുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മൾ എടുത്തു നോക്കിയാൽ പിണറായി സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് ഈ പറഞ്ഞതുപോലെ CPMന് എന്ത് തോന്നിയവാസവും കേരളത്തിലെ സർവകലാശാലകളിൽ കാണിക്കാം എന്നുള്ളതായിരുന്നു ഒരവസ്ഥ. സുഹൃത്തുക്കളെ, ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായും സക്രിയമായും ഇടപെട്ടുകൊണ്ട് തൻ്റെ അധികാര പരിധിക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചാൻസലർ എന്നുള്ള തൻ്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് താൻ പോരാടി നേടിയ സുപ്രീം കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വെടിപ്പാക്കി എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ ഗവർണർ ചെയ്ത ഏറ്റവും വലിയൊരു സൽകൃത്യം,
ഒരു സൽപ്രവർത്തനം എന്നതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. അദ്ദേഹം നടത്തിയിട്ടുള്ള പല നിയമ പോരാട്ടങ്ങളിലും അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്നൊക്കെ തന്നെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിലെ ഈ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി അദ്ദേഹത്തിന് ഉറച്ച പിന്തുണയാണ് നൽകിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ പുനർനിയമനം വേണമെങ്കിൽ നടത്താം, പ്രായപരിധി പ്രശ്നമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിലും പുനർനിയമന വിഷയത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അത് അദ്ദേഹത്തിന് വലിയ ഗുണമായി, അദ്ദേഹത്തിന് വലിയ ശക്തി, ഊർജം അതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രാജശ്രീയെ പിരിച്ചുവിട്ട നടപടി, അത് വോയിഡ് അബ് ഇനിഷ്യോ ആണെന്ന് പറഞ്ഞതോടുകൂടി കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ അന്യായമായി നിയമിച്ചിരുന്ന എല്ലാ വൈസ് ചാൻസലർമാരെയും ഒഴിവാക്കാനുള്ള ഒരു ശക്തി, ഊർജം ഗവർണർക്ക് ലഭിച്ചു, ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് ലഭിച്ചു. ആ രണ്ട് അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ആ രണ്ട് വിധിന്യായങ്ങളുടെയും പിൻബലത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയിട്ടുള്ള മാറ്റം അത്യഭൂതപൂർവമായിരുന്നു, അൺപ്രസിഡന്റഡ് ആയിരുന്നു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല സുഹൃത്തുക്കളെ. ഈ രണ്ട് വിധിയുമാണ് അദ്ദേഹം എടുത്തുപയോഗിച്ചത്. കാരണം ഈ രണ്ട് വിധികളും കൂടെ ചേർന്ന് സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് വലിയ അധികാരം സുപ്രീം കോടതി ഈ വെള്ളിത്തളികയിൽ വെച്ച് കൊടുത്തു. ആ വെള്ളിത്തളികയിൽ വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് ഈ സർവകലാശാല മുഴുവൻ കാവ്യവൽക്കരിക്കാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ കഴിയുമായിരുന്നു. അദ്ദേഹം സർവകലാശാല രംഗം കാവ്യവൽക്കരിച്ചു എന്നുള്ളതാണല്ലോ CPM-ൻ്റെ ആരോപണം. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? അദ്ദേഹം വൈസ് ചാൻസലർമാരെ നിയമിച്ചപ്പോൾ അവരെല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ RSS BJP അനുകൂലികളെ നിയമിക്കുകയാണോ അദ്ദേഹം ചെയ്തത്? ഒരിക്കലുമല്ല. നമ്മളത് പരിശോധിക്കണം. MG സർവകലാശാല, സംസ്കൃത സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാലയിൽ ഇൻചാർജ് കൊടുത്തത് അവിടെയൊക്കെ തന്നെ ഏതാണ്ട് ഒരു 3-1 സ്ഥലങ്ങളിലും സർവകലാശാലകളിൽ അദ്ദേഹം ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള വൈസ് ചാൻസലർമാരെയാണ് നിയമിച്ചത്. അദ്ദേഹത്തിന് അവിടെയൊക്കെ ഈ RSSകാരെയും BJPക്കാരെയും കുത്തിയുറയ്ക്കാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. കൊച്ചിൻ സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും വെറ്റിനറി സർവകലാശാലയിലും കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് വന്നത്. അതേസമയം കേരള സർവകലാശാല, സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല അവിടെയൊക്കെ തന്നെ BJP അനുകൂലികളും വന്നു. ഇല്ലെന്ന് പറയുന്നില്ല. കുറച്ച് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ളവരെ അദ്ദേഹം നിയമിച്ചു. പക്ഷേ ഈ നിയമിച്ചിട്ടുള്ള സർവകലാശാലകളിലെല്ലാം വൈസ് ചാൻസലർമാരെ എടുത്തു നോക്കിയാൽ അവർ യോഗ്യരായിട്ടുള്ളവരാണ്, അവർ സ്വതന്ത്രരായി തീരുമാനമെടുക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിന് പകരം ഇവർ കൊണ്ടുവന്ന് ഈ CPM-കാർ കൊണ്ടുവച്ചിരുന്നവർ എന്താണ്, ഒരു കേരള യൂണിവേഴ്സിറ്റിയിൽ എന്തോ രാജശേഖരൻ പിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ വെച്ചൊക്കെ അറിയില്ലേ? വിദ്യാർത്ഥി നേതാവൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ഉരുളുകയും ചെയ്യുന്ന വൈസ് ചാൻസലർമാരെയാണ് വെച്ചുകൊണ്ടിരുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ വെച്ച ഗോപിനാഥ് രവീന്ദ്രൻ, അയാൾക്ക് പുനർനിയമനം കൊടുത്തപ്പോൾ അയാൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയായിട്ടുള്ള പ്രിയ വർഗീസിന് അനധികൃതമായി നിയമനം കൊടുത്ത ആളായിരുന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ. എന്നാൽ തനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ 2 പ്രധാനപ്പെട്ട വിധിന്യായങ്ങളുടെ പിൻബലത്തിൽ കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരെല്ലാം എലിജിബിളായിട്ടുള്ള, യോഗ്യതയുള്ള, കഴിവുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളെ അദ്ദേഹം നിയമിച്ചു. അദ്ദേഹം ഇപ്പോൾ പുതിയതായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി നിയമിച്ച സിസ തോമസ് ഏറ്റവും യോഗ്യമായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻ്റ് അക്കാഡമിക്കല്ലേ അവർ. അവർക്കിപ്പോഴും അവരുടെ പെൻഷനും ഇതൊന്നും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ കൊണ്ടുവന്നൊരു വൈസ് ചാൻസലറായി, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഈ സർക്കാരിനോട് ആ അർത്ഥത്തിൽ പക തീർത്തു ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു നിയമനത്തെ പോലും യോഗ്യതയില്ലാത്തതാണ്, കഴിവില്ലാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. അവിടെ എല്ലാം അയാൾ നിയമിച്ച, ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച വൈസ് ചാൻസലർമാർ സർവകലാശാല ഭരണം വളരെ മാന്യമായും നീതിയുക്തമായും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയും. അതിന് ഗുണമുണ്ടായിക്കൊണ്ടിരിക്കുന്ന KSUക്കാർക്കാണ് നമ്മൾ മനസ്സിലാക്കണം. കൊച്ചിൻ സർവകലാശാലയിൽ അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വൈസ് ചാൻസലറെ കൊണ്ടുവന്നു. അവിടെ സ്വതന്ത്രമായ ഇലക്ഷൻ നടന്നു. 30 വർഷത്തിന് ശേഷം അവിടെ KSU അവിടുത്തെ ഭരണം പിടിച്ചു.
അതിൽ നിർണായകമായിട്ടുള്ള പങ്ക് അവിടുത്തെ വൈസ് ചാൻസലർ വഹിച്ചു. എന്താണ്? നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്തു. SFIക്ക് വഴങ്ങിക്കൊടുത്തില്ല. അവിടെ നേട്ടമുണ്ടാക്കിയത് KSUക്കാർ. കാലിക്കറ്റ് സർവകലാശാലയിലും പതിറ്റാണ്ടുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം KSUവും MSMും വന്നു. അവിടെയും വൈസ് ചാൻസലർ SFIക്ക് വഴങ്ങിക്കൊടുത്തില്ല. മണ്ണുത്തി സർവകലാശാലയിലും KSU വിജയിച്ചു. അവിടുത്തെ വൈസ് ചാൻസലറും ഈ പറഞ്ഞതുപോലെ SFIയുടെ തീട്ടൂരത്തിന് വഴങ്ങിയില്ല. അവിടെയൊക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിലയിലേക്ക് മാറി. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി മാറ്റം വരുത്തി. അവിടെ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇൻഫാലിബിലിറ്റി, അവരുടെ ഹെജിമണി, അത് തൂത്തെറിഞ്ഞു ചവറ്റുകൊട്ടയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ വലിച്ചെറിഞ്ഞു. അതിനെ തുടർന്ന് സർവകലാശാലയിൽ ഇപ്പം മാനം മര്യാദയ്ക്ക് ഭരണം നടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ആദ്യമായി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ SFI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാട്ടാള സംഘടനയുടെ കൊമ്പൊടിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ. കൊമ്പൊടിച്ചു. കേരളത്തിലെ SFI എന്ന് പറഞ്ഞ ഈ സംഘടനകൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അപ്രമാദിത്വമായിരുന്നു, ഇൻഫാലിബിലിറ്റി ആയിരുന്നു. എല്ലായിടത്തും ഏകപക്ഷീയമായി ജയിച്ചു എന്നാണ് പറയുന്നത്. 10, 20, 30% വിദ്യാർത്ഥികളാണ് വോട്ടെടുപ്പിന് വരുന്നത്. വന്നിട്ട് ഞങ്ങൾ എല്ലായിടത്തും ജയിച്ചു. വെറ്റിനറി സർവകലാശാലയിൽ എല്ലാ സീറ്റിലും ഞങ്ങൾ ജയിച്ചു. അവിടെ എന്താണ്? എതിരില്ലാതെയാണ് മത്സരിച്ചത്. കാരണം വിദ്യാർത്ഥികൾക്ക് എതിരായി മത്സരിക്കാൻ പേടിയാണ്, കൊന്ന് കെട്ടിത്തൂക്കുമെന്നുള്ള ഭയമാണുള്ളത്. അപ്പോൾ ആ നിലയിൽ എല്ലായിടത്തും തങ്ങളുടെ ഏകാധിപത്യ സമീപനം മൂലം അധീശത്വം സ്ഥാപിച്ചിരുന്ന SFI എന്ന് പറഞ്ഞ സംഘടന കൊമ്പൊടിച്ചു. ആർഷോ എന്ന് പറഞ്ഞവൻ്റെ മീശരോമങ്ങൾ പറിച്ചെടുത്തു ആരിഫ് മുഹമ്മദ് ഖാൻ. ക്രിമിനൽസ് എന്ന് വിളിച്ചു. ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു ആ 70 വയസ്സിന് മുകളിലുള്ള ആ മനുഷ്യൻ. അദ്ദേഹത്തെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു? നിലമേൽ എവിടെയും കണ്ട് SFI തടയാൻ ചെന്നപ്പോൾ അദ്ദേഹം റോഡിലിറങ്ങി. അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവുള്ളൂ എന്ന് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഈ ആർഷോ എന്ന് പറഞ്ഞവൻ, ഈ മീശ മുളയ്ക്കാത്ത ചെറുപ്പക്കാരൻ. ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പോയി 3 ദിവസം താമസിച്ച് കൊടുത്ത ബാനറുകൾ ഉൾപ്പെടെ വലിച്ചു കയറി ദൂരെ കളഞ്ഞു. അപ്പോൾ SFI എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ കൊമ്പൊടിച്ചു, മീശ പറിച്ചു ആർഷോ എന്ന് പറഞ്ഞവൻ്റെ. അതുകൊണ്ട് ആ മേഖലയിലും ആരിഫ് മുഹമ്മദ് ഖാനെ നമുക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പ്രതിപക്ഷ പ്രവർത്തനമെന്ന് UDFനും BJPക്കും അദ്ദേഹം കാണിച്ചു കൊടുത്തു. UDFന് മാത്രമല്ല BJPക്കും കാണിച്ചു കൊടുത്തു. എങ്ങനെ പ്രവർത്തിക്കണം, പ്രതിപക്ഷം എന്നാൽ എങ്ങനെയായിരിക്കണം, ഭരണകൂടത്തിനെതിരെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് 70 വയസ്സിന് മേൽ പ്രായമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കോൺഗ്രസിനും BJPക്കും കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉയർത്തിവിടുന്നതിൽ വലിയ പങ്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വഹിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. LDF തോറ്റമ്പിയതിൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. ഈ BJPക്കാരെ അയാളുടെ മുമ്പിൽ പോയി ഇങ്ങനെ സാറ്റാംഗം പ്രണമിക്കണം. അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നവർ മനസ്സിലാക്കണം. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ ഈ പൊട്ടന്മാരെന്താണ് ചെയ്തത്? സർക്കാരും ഗവർണറും ഒത്തുകളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ന്യായീകരിച്ച് നിൽക്കുകയായിരുന്നു ഈ കോൺഗ്രസ്സുകാർ, പൊട്ടന്മാർ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഈ ഗവർണറെ മലയാളിക്ക് ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല. കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ വിടുന്ന രക്ഷിതാക്കൾക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ മറക്കാൻ കഴിയില്ല. KSU എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യഭൂതപൂർവമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് മലയാളികൾ വളരെ ഈ പറഞ്ഞതുപോലെ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ ഓർത്തിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ SFI എന്ന് പറഞ്ഞ ഈ ക്രിമിനൽ സംഘടനയുടെ കൊമ്പൊടിച്ചയാൾ എന്നുള്ള നിലയിലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഓർമ്മിക്കപ്പെടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ പ്രതിപക്ഷ പ്രവർത്തനം എന്തായിരിക്കണം, എങ്ങനെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടതെന്ന് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഒരു അധ്യാപകനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുകൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഏതു സ്ഥാനം നമ്മൾ എടുത്തു നോക്കിയാലും ആ സ്ഥാനത്തിരിക്കുന്നയാൾ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നിർണായകമാണ് എന്ന് എന്നെ ഒന്നുകൂടി പഠിപ്പിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കാരണം
പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനോട് പ്രവർത്തിച്ച ആളാണ് ഞാൻ. അതിനു മുമ്പ് LDF കൺവീനറായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ LDF കൺവീനറായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ആ ഇരിക്കുന്ന ആളുടെ ആർജവം, ഊർജ്ജം, അയാളുടെ ഇച്ഛാശക്തി, അയാളുടെ ആത്മധൈര്യം അത് പ്രധാനമാണ് എന്നുള്ള ഒന്നാം പാഠം പഠിച്ച് എനിക്ക് ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ആ വ്യക്തിയുടെ, ആ നേതാവിൻ്റെ, ആ രാഷ്ട്രീയ നേതാവിൻ്റെ ആർജവും ഊർജ്ജവും ഇച്ഛാശക്തിയും എത്രയുണ്ട് എന്ന് തെളിയിച്ചു തന്ന ഒരു നേതാവാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം കേരളം വിട്ടുപോകുമ്പോൾ മലയാളികൾ വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ ഓർക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.